ഹലോ എവരി വൺ, ഞാൻ ഇന്ന് ഫൊർഗീവ്നെസ്സിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. വേറൊന്നും കൊണ്ടുമല്ല, പലരും ഇന്നത്തെ കാലത്ത് ഇൻ ദി പ്രസൻറ്റ് സിറ്റുവേഷൻ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഈ പറയുന്ന പോലെ ഒത്തിരി വിഷമങ്ങളും ഒത്തിരി വൈരാഗ്യം, ദേഷ്യം, റിവെഞ്ച് ഇങ്ങനെയുള്ള പല ഇൽ ഫീലിങ്സും കൊണ്ട് നടന്ന് മനസ്സിൽ ഇങ്ങനെ ക്യാരി ചെയ്തു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നിങ്ങൾ ഫൊർഗീവ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ആർക്കാണ് ഹാംഫുൾ ആകുന്നത്? അത് നിങ്ങൾക്ക് തന്നെയാണ് അത് ഹാംഫുൾ ആകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സക്സസ് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു ഫൊർഗീവ് എവ്രി വൺ. ഞാൻ പറയുന്ന അറ്റ്ലീസ്റ്റ് ഈ 3 ആൾക്കാരെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒന്ന് ഫൊർഗീവ് ചെയ്ത് നോക്കൂ. ഫസ്റ്റ്ലി, ഇറ്റ് ഈസ് യുവർ പാസ്റ്റ് സെൽഫ്. അതായത് നിങ്ങളുടെ ഇന്നത്തെ നിങ്ങളല്ല, നിങ്ങളുടെ പഴയ നിങ്ങൾ ഇന്ന് വരെ എത്തിയിരിക്കുന്ന നിങ്ങളുടെ പാസ്റ്റ് സെൽഫ്. ആ പാസ്റ്റ് സെൽഫിനെ നിങ്ങൾ എത്രയോ പ്രാവശ്യം യു മൈറ്റ് ഹാവ് ബ്ലെയിംഡ് ദാറ്റ് പാസ്റ്റ് സെൽഫ് അല്ല. നിങ്ങളുടെ പഴയ നിങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും നിങ്ങൾ ബ്ലെയിം ഉണ്ടായിരിക്കാം. ബ്ലെയിം ഇൻ ദി സെൻസ് ബിക്കോസ് നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ വിചാരിച്ച ആ ഒരു പൊസിഷനിൽ എത്താൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ വിചാരിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ളൊരു ദേഷ്യം, നിങ്ങൾക്കുള്ള സങ്കടം, അങ്ങനെയൊക്കെ പലപ്പോഴും നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്തിട്ടുണ്ടാകാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഫൊർഗീവ് ചെയ്യേണ്ട നിങ്ങളുടെ പാസ്റ്റ് സെൽഫിനെയാണ്. ബിക്കോസ് യു ആർ ദി ഓൺലി വൺ ഹൂ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു മോർ ദാൻ എനി വൺ എൽസ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പാസ്റ്റ് നിങ്ങൾ എങ്ങനെ തന്നെ ആയിക്കോട്ടെ, പക്ഷേ നിങ്ങളുടെ ആ പാസ്റ്റ് സെൽഫിനെ നിങ്ങൾ ഫസ്റ്റ്ലി ഒന്ന് ഫൊർഗീവ് ചെയ്യണം. രണ്ടാമത് നിങ്ങൾ ഫൊർഗീവ് ചെയ്യേണ്ടത് നിങ്ങളുടെ പേരൻസിനെയാണ്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എല്ലാവരും അവരുടെ പേരൻസിനെ യുൽ ബി കമ്പയറിങ് യുവർ പാരൻസ് വിത്ത് അതേഴ്സ്. ആ പാരൻസ് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, മറ്റേ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്, ഏതൊരു പാരൻ്റ് ആണെങ്കിലും ഒരു പാരൻറ്റിങ് ഗൈഡായിട്ടൊന്നും അല്ല വരുന്നത്. പക്ഷേ അവർക്ക് പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ടായിരിക്കും അവർ ആ പാരൻറ്റിങ് ചെയ്യുന്നത്. അവരുടെ കുട്ടികളെ അവർക്ക് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ലെവലിൽ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പാരൻസും അതുപോലെ തന്നെയാണ്. എത്രയോ സാക്രിഫൈസസ് അവർ വരുത്തിയിട്ടുണ്ടാകാം, എന്തെല്ലാം സാക്രിഫൈസസ് അവർ ചെയ്തു, പക്ഷെ നിങ്ങളത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാകില്ല. സോ നിങ്ങളുടെ ഈ ഒരു ജേർണിയിൽ, അതായത് നിങ്ങൾ ഇന്ന് എവിടെ വരെ എത്തിയിരിക്കുന്നോ അതിൽ ഡെഫിനറ്റ്ലി അവരുടെ ഒരു പങ്കുണ്ട്. സോ ഒരിക്കലും അവരെ ബ്ലെയിം ചെയ്യാതെ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദം, അവരെ ഒന്ന് ഫൊർഗീവ് ചെയ്യുക. സോ സെക്കൻഡ്, യു വിൽ ഹാവ് ടു ഫൊർഗീവ് യുവർ പേരൻസ്. തേർഡ്ലി, നിങ്ങൾ ഫൊർഗീവ് ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാകാം. അത് ആര് തന്നെ ആയിക്കോട്ടെ. മേ ബി ക്യാൻ ബി യുവർ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ് ആകാം, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആകാം. അത് ആര് തന്നെ ആയിക്കോട്ടെ, ആരാണെന്ന് നമ്മൾ നോക്കണ്ട, പക്ഷേ അവരെയൊക്കെ ഒന്ന് ഫൊർഗീവ് ചെയ്യാം. ബിക്കോസ് വൺ തിങ് ഡെഫിനറ്റ്ലി ഈസ് ദെയർ അല്ലേ, നമ്മൾ അതിൽ നിന്നൊക്കെ ഒരു പാഠം എനിവേ വി ഹാവ് ലേൺഡ്, ഇസ്ന്റ് ഇറ്റ്? നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ആൾക്കാരെ വിശ്വസിക്കാൻ പാടില്ല എന്നൊക്കെ കുറച്ചെങ്കിലും എന്തെങ്കിലും നല്ലൊരു കാര്യം നമ്മൾ ഡെഫിനറ്റ്ലി അതിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മൾ നമ്മുടെ ലൈഫിൽ അത് അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലേ. സോ അതിന് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, അവരെയൊക്കെ ഫൊർഗീവ് ചെയ്യുക. അപ്പോൾ ഈ 3 ആൾക്കാരെ, അതായത് യുവർ പാസ്റ്റ് സെൽഫ്, യുവർ പാരൻസ് ആൻഡ് ദോസ് ഹു ഹാവ് ഹേർട്ട് യു, ഒരു 3 ആൾക്കാരെ നിങ്ങളൊന്ന് ഫൊർഗീവ് ചെയ്ത് നോക്കും. ഡെഫിനറ്റ്ലി യു വിൽ സീ ദ മിറാക്കിൾ ഇൻ യുവർ ലൈഫ്. നിങ്ങൾ ഡെഫിനറ്റ്ലി സക്സസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഇത്രയും പേര് ഫൊർഗീവ് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് ഹീൽഡ് യു ആർ. നിങ്ങൾക്ക് ഒരു ആക്ച്വലി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ആയിരിക്കും നിങ്ങൾ എല്ലാവരെയും ഫൊർഗീവ് ചെയ്യുമ്പോഴേക്ക്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ദി വീഡിയോ, ടു ഗിവ് കൺസ്ട്രക്റ്റീവ് കമൻറ്റ്സ്. മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. Okay then, thank you.